ഗിരി മഞ്ജുവിൻ്റെ ഫോണിൽ നിന്നും അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ അമ്മ ഗിരിയാണ് വിളിക്കുന്നതെന്ന് അറിയാതെ അവർ ദേഷ്യപ്പെടുകയാണ് മഞ്ജു വന്ന് കരുതിയിട്ട്. എടി ഒരുമ്പെട്ടവളെ, നീ എൻ്റെ മോനെ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തിയില്ല, നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗിരി പറയുകയാണ്, അമ്മ ഇത് ഞാനാണ്, ഗിരിയാണെന്നൊക്കെ പറഞ്ഞു. മോനൊരു കുഴപ്പവുമില്ലല്ലോ, മോനെ ആരെങ്കിലും ഉപദ്രവിച്ചോ മോനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, മൂന്നാം മുറയും കാര്യങ്ങളൊക്കെ അതൊക്കെ പണ്ടാണ്, ഇപ്പോൾ അങ്ങനെയൊന്നും പോലീസുകാർ പെരുമാറില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നാളെ തന്നെ വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ധൈര്യമായിട്ട് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കഴിയുമ്പോൾ അമ്മയും പറയുകയാണ് മോനൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ പോയി കിടക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം ഗിരി മഞ്ജുവിന് നന്ദി പറയുകയാണ്. താങ്ക്സ്, നിൻ്റെ സ്വഭാവം അനുസരിച്ച് നീ വളരെ ഡ്യൂട്ടിയിൽ വളരെ പെർഫെക്റ്റായിട്ട് നിയമം ഒട്ടും തെറ്റിക്കാത്ത ആളൊക്കെയാണല്ലോ, പിന്നെ എന്ത് പറ്റി എനിക്കിങ്ങനെ തരാൻ, പ്രതിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫോൺ കൊടുത്ത് സഹായിക്കാനൊന്നും പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനി അതിന് നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ ഫേസ് ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഒരു നിരപരാധിക്ക് വേണ്ടിയിട്ട് നിയമം കുറച്ച് ഭേദഗതിയൊക്കെ വരുത്തിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ വലിയ ഫിലോസഫിക്കാരി ആയാലോ, കൊള്ളാലോ നിൻ്റെ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ഫിലോസഫി അല്ല എൻ്റെ അച്ഛൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ അത് ഗിരി കേൾക്കുമ്പോൾ ഒന്ന് വിഷമമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു ചെന്നിട്ട് ഗിരിക്ക് ആവശ്യമായ ഫുഡൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് ഇന്നത്തെ ദിവസം ഗിരിയേട്ടനൊന്നും കഴിച്ചിട്ടില്ല, അത് ശരിയായില്ല, ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും, ഞാൻ ഇപ്പോൾ കഴിക്കാൻ പാകത്തിന് ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ടാണ് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ഒരു കഷ്ണം കഴിച്ചും കാണിക്കുകയാണ്. ഇനി എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതിന് തന്നെ കഴിച്ച് കാണിക്കുക, ഇതിനകത്തൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ പ്ലേറ്റ് വെച്ചിട്ട് പോവുകയാണ് മഞ്ജു. അപ്പോൾ ഗിരി പതുക്കെ അതെടുത്ത് കഴിക്കുന്നു. അപ്പോൾ ഗിരിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്, നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഭാര്യ കൊണ്ട് തന്നല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഞ്ജുവും ഒരു പ്ലേറ്റ് കൊണ്ട് വരികയാണ്. എന്നിട്ട് മഞ്ജു ജയിലിൻ്റെ പുറത്ത് ചാരിയിരുന്ന് മഞ്ജുവും കഴിക്കുകയാണ്. അപ്പോൾ ഗിരി ചോദിക്കുന്നു, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എൻ്റെ ഭർത്താവ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കഴിക്കുന്നത്, എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കുറച്ച് ഓവർ ആവുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്വന്തം ശരീരം നോക്കാതെ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കാതെയൊന്നും അത്രയും വലിയ ഒരു സ്നേഹമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എന്നെ പറയുകയാണ്. എന്നിട്ട് വേണം എന്നെ ആൾക്കാരെ കുറ്റം പറയാൻ, ഞാൻ കാരണം നീ പട്ടിണി കിടന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഗിരിയേട്ടനോട് കഴിക്കാൻ പറഞ്ഞത്, എന്നെയും ആരും കുറ്റം പറയരുതല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം അങ്ങനെ അവർ ഒരുമിച്ച് കഴിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഗിരി ആകെ കൈക്ക് വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നല്ല വേദന ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഈ അസമയത്ത് ഇനി എന്തായാലും പോകണ്ട, നാളെ നേരം വിളിക്കുമ്പോൾ ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അത് സാരമില്ല, ഞാൻ ഇപ്പോൾ തന്നെ പോയി ഇവിടെ ജംഗ്ഷനിൽ വരെ പോയാൽ മതിയല്ലോ, ഞാൻ പോകാമെന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയും വൈകിട്ടൊന്നും നീ രാത്രി ഒറ്റയ്ക്കൊന്നും പോകണ്ടെന്ന് പറയുകയാണ്. അതൊന്നും സാരമില്ല, ഞാനിപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് മഞ്ജു പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ആരെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് വരില്ല, ഇനി അഥവാ വന്നാലും ഞാൻ ഇപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ആരാ, നിൻ്റെ അസിസ്റ്റൻ്റാണോ, എനിക്ക് എന്താ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ ഞാൻ തന്നെ വാതിൽ ചാരിയിട്ടിട്ട് പോവുകയാണ്. മഞ്ജു പോകുന്നത് കണ്ടിട്ട് അറിയാതെ ഡാനിയൽ സാർ ഗിരിയെ അവിടെ നിന്ന് പുറത്ത് വിടാനായിട്ട്, അതായത് ജയിലിൽ നിന്നും മോചിതനാകാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഗിരി ഞാൻ ഒരു നിമിഷം ഇപ്പോൾ തരം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വീണ്ടും ഗിരിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ CCTV എല്ലാം കട്ട് ചെയ്തിട്ടു, പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല, നീ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് വേണ്ടി രക്ഷപ്പെട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ഗിരി പറയുകയാണ്, എനിക്കെന്തിനാ ഇപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ട എന്താ ആവശ്യമുണ്ട്, എനിക്കങ്ങനെ രക്ഷപ്പെടുന്നത് വേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ സഞ്ജയായിട്ട് സംസാരിച്ചു, സഞ്ജയ്ക്ക് പുറത്തുനിന്ന് ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത്, ബുദ്ധിമുട്ടുള്ള കേസാണ്, അതുകൊണ്ട് തന്നെ നിന്നെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, എനിക്കെന്തായാലും ഞാൻ ചെയ്യേണ്ട കടമ ചെയ്തു കഴിഞ്ഞു, എനിക്ക് അതിനുള്ള പൈസയും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സഞ്ജയ്ക്ക് വാക്ക് കൊടുത്ത പോലെ നിനക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്, ഇനി നിൻ്റെ ഇഷ്ടമാണ്, നിനക്ക് പോകണോ വേണ്ടോ ഇവിടെ തന്നെ കിടക്കണമോ എന്നൊക്കെ, നീ വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇത് പറയുകയാണ്. അപ്പോൾ ഗിരി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മഞ്ജു തിരിച്ചു വരികയാണ്. മഞ്ജു വരുമ്പോൾ ജയിലിൽ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഗിരിയേട്ടൻ എന്തേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗിരി അവനവൻ്റെ പാട്ടിന് പോയി, നീ അവനെ തുറന്ന് അതിനുള്ള സാഹചര്യങ്ങൾക്ക് ല്ലേ പോയത്, അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, നീ എന്ത് പണിയാണ് കാണിച്ചത്, നിന്നെ വിശ്വസിച്ചല്ലേ സാറ് നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ, ഒരാൾ തുറന്നു കൊടുക്കാതെ എന്തായാലും പോകാൻ പറ്റും, ഞാൻ സെല്ല് പൂട്ടിയിരുന്നതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും രക്ഷപ്പെടുത്തിയില്ല, എന്തായാലും നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, നിനക്കിനി വീട്ടിലിരിക്കാം, നിൻ്റെ ജോലി നഷ്ടപ്പെടും, നിന്നെ സസ്പെൻഡ് ചെയ്യും, പിന്നീട് അത് ഡിസ്മിസിലാവും, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് അപ്പം തന്നെ അരവിന്ദാക്ഷൻ സാറിനെയൊക്കെ വിളിച്ചും പറയുകയാണ്, നിങ്ങളെല്ലാം മഞ്ജുവിനെ കുറിച്ച് എന്തൊരു
അഭിപ്രായമായിരുന്നു. അവൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവളുടെ ഹസ്ബൻഡിന് വെറുതെ വിടില്ല, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നൊക്കെ ഭയങ്കര മതിപ്പായിരുന്നല്ലോ അവളെക്കുറിച്ച്. അതെല്ലാം പോയി. അവളുടെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തി, അവളിവിടെ നിന്നും തുറന്നു വിട്ടു. ഞാൻ വന്നപ്പോൾ അങ്ങനെയാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നതനുസരിച്ച് അവരും വരികയാണ് അങ്ങോട്ടേക്ക്. വന്നു കഴിയുമ്പോഴേക്കും മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജോലി നഷ്ടമാകുമല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ സാറാണെങ്കിൽ വീണ്ടും വീണ്ടും മഞ്ജുവിനെ കുറ്റപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായി, നിന്റെ ഭർത്താവ് പോയില്ലേ, നിനക്ക് സമാധാനമായില്ലേ, നിനക്ക് ഇത്രയും ഉത്തരവാദിത്തമുള്ളൂ യോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഗിരി തിരിച്ചു വരികയാണ്. എന്നിട്ട് ഗിരി പറയുകയാണ്, ഞാൻ അങ്ങോട്ടും പോയതൊന്നുമല്ല, ഞാനിന്ന് ബാത്റൂമിൽ പോയതാണ്, അത് മഞ്ജു തന്നെയാണ് എന്നെ തുറന്നു വിട്ടത്, ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ടും പോയതല്ല. എന്നിട്ട് മഞ്ജുവിനോടായിട്ട് പറയുകയാണ്, എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല, എന്നെ പൂട്ട്, എന്നെ സെല്ലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഗിരി അകത്തേക്ക് വന്നതാണ്